Hi all, in നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സോഫ്റ്റ്വെയർ? നമുക്കറിയാം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. അങ്ങനെയാണ് നമ്മൾ പൊതുവേ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് എന്തൊക്കെയോ ചില ഫംഗ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് സോഫ്റ്റ്വെയർ. അപ്പോൾ എഞ്ചിനീയറിംഗ് എന്താണ്? എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പെർട്ടിക്കുലർ പർപ്പസ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പ്രോസസ്സുകൾ ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായ രീതിയിൽ ആ പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷൻ കാണേണ്ടതുണ്ട്. സോ ആസ് എ എഞ്ചിനീയർ, അതായത് എഞ്ചിനീയറിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ഏറ്റവും ബെസ്റ്റായ രീതിയിൽ തന്നെ സൊല്യൂഷൻ കാണാം. സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്തായിരിക്കും? സോഫ്റ്റ്വെയർ പറഞ്ഞു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു അത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ്. സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ദ ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ സിസ്റ്റത്തെ സിസ്റ്റമാറ്റിക്കലി അപ്രോച്ച് ചെയ്യാണ്. ഡിസൈനിങ്, ഡെവലപ്മെൻറ്റ്, ഓപ്പറേഷൻ, മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞ ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ സിസ്റ്റമാറ്റിക്കലി നമ്മൾ ഒരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുകയും അതിനൊരു സൊല്യൂഷൻ കാണുകയും ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലൂടെയാണ്. ദെൻ വൈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് റിക്വയർഡ്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നമുക്ക് വേണ്ടി വരുന്നത്? ടു മാനേജ് സോഫ്റ്റ്വെയർ. നമ്മൾ പറഞ്ഞു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് സോഫ്റ്റ്വെയർ. അങ്ങനെയുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് ഒരു പക്ഷേ യൂസ് ചെയ്യേണ്ടി വരും നമുക്ക്. അതേപോലെ തന്നെ ഫോർ മോർ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൺസെപ്റ്റും ഇപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വിപുലീകരിച്ചൊക്കെ കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ യൂസേഴ്സിന് ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു മൾട്ടി യൂസർ ടാസ്ക് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫങ്ഷനാണ്, ഇപ്പോൾ ഞാൻ എന്ന വ്യക്തി ചിന്തിക്കുന്ന പോലെ ആവില്ല വേറൊരാൾ ചിന്തിക്കുക, അതുപോലെ ആവില്ല വേറൊരാൾ ചിന്തിക്കുക. ഓരോ ആളുകളും അതിനെ അപ്രോച്ച് ചെയ്യുന്ന പല രീതിയിലായിരിക്കും. സോ അവർക്കൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ സ്കേലബിൾ ആയിരിക്കണം നമ്മളുടെ സോഫ്റ്റ്വെയർ. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അവിടെ ആവശ്യമാണ്. കാരണം സിസ്റ്റമാറ്റിക് ആയിട്ടൊരു അപ്രോച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കതൊക്കെ സക്സസ്ഫുള്ളായിട്ട് മാനേജ് ചെയ്ത് പോകാൻ കഴിയുള്ളൂ. പിന്നെ കോസ്റ്റ് മാനേജ്മെൻറ്റ്, അത് മസ്റ്റായിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ എന്ത് ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണെങ്കിലും അതിന് ഭയങ്കര കോസ്റ്റ് ഇട്ട് കൊടുത്ത കാര്യം നടക്കില്ല, ആരും വാങ്ങത്തില്ല. സോ കോസ്റ്റ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടു മാനേജ് ദ ഡൈനാമിക് നാച്ചർ ഓഫ് സോഫ്റ്റ്വെയർ. അതേപോലെ തന്നെ ഓരോ സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാലും ഒരിക്കലും അത് സ്റ്റാറ്റിക്കായിട്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഡൈനാമിക്കലി അതിനകത്ത് അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ടേയിരിക്കണം. സോ നമ്മൾ അതിനൊക്കെ ഒരു പറഞ്ഞ പോലെ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആവശ്യമാണ്. കാരണം സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പിന്നെ ഫോർ ബെറ്റർ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് റിക്വയർഡ് ആണ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്ത് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണുള്ളത് നോക്കാം. മെയിൻറ്റെയിനബിലിറ്റി, എഫിഷ്യൻസി, കറക്റ്റ്നെസ്, റീയൂസബിലിറ്റി, ടെസ്റ്റബിലിറ്റി, റിലയബിലിറ്റി, പോർട്ടബിലിറ്റി, അഡാപ്റ്റബിലിറ്റി, ഇൻ്ററോപ്പറബിലിറ്റി. കുറേ ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഫസ്റ്റ് നോക്കാം മെയിൻറ്റെയിനബിലിറ്റി ആണ്. ഇറ്റ് ഷുഡ് ബി ഫീസിബിൾ ഫോർ ദ സോഫ്റ്റ്വെയർ ടു ഇവോൾവ് ടു മീറ്റിംഗ് ചേഞ്ച് റിക്വയർമെൻറ്റ്സ്. ചേഞ്ച് ചെയ്ത് കൊണ്ടിരിക്കുന്ന റിക്വയർമെൻറ്റ്സിനെ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അത്രയും ഫീസിബിൾ ആയിരിക്കണം നമ്മളുടെ സോഫ്റ്റ്വെയർ. അതാണ് മെയിൻറ്റെയിനബിലിറ്റി കൊണ്ട് യൂസ് ചെയ്യുന്നത്. അതായത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളുടെ സിസ്റ്റം അന്നും ഒരു 10 വർഷം കഴിഞ്ഞാലും സക്സസ്ഫുള്ളായി കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഫീസിബിളായ രീതിയിലായിരിക്കണം. ഏത് ടൈപ്പ് ലെവലിൽ വന്നു കഴിഞ്ഞാലും അതിനൊക്കെ ഫീസിബിളാണ് ചെയ്യുന്ന ചേഞ്ചിങ് റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ഫീസിബിൾ ആവുന്ന ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആയിരിക്കണം നമ്മളത്, എങ്കിലേ അത് മെയിൻറ്റെയിനബിൾ ആവുള്ളൂ. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. പിന്നെ എഫിഷ്യൻസി. ദ സോഫ്റ്റ്വെയർ ഷുഡ് നോട്ട് മേക്ക് വേസ്റ്റ്ഫുൾ യൂസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഡിവൈസ് സച്ച് ആസ് മെമ്മറി, പ്രോസസ്സർ, സൈക്കിൾ എക്സെട്ര. അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ എന്തായിരിക്കണം? എഫിഷ്യൻ്റ് ആയിരിക്കണം. വെറുതെ കുറേ മെമ്മറി വേസ്റ്റേജ്, വെറുതെ പ്രോസസ്സർ സൈക്കിൾ വേസ്റ്റേജ്, അതായത് വെറുതെ നമ്മളുടെ എന്തോ ചില ആവശ്യമില്ലാത്തൊരു പ്രോസസ്സിന് വേണ്ടി വെറുതെ കുറേ മെമ്മറി, വെറുതെ കുറേ പ്രോസസ്സൊന്നും CPU ഒന്നും ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് അങ്ങനെ വേസ്റ്റേജുകളോ ടൈം വേസ്റ്റേജുകളൊന്നും വരാത്ത രീതിയിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിരിക്കണം നമ്മുടെ സോഫ്റ്റ്വെയർസ്. പിന്നെ കറക്റ്റ്നെസ്. A software product is correct if the different requirements are specified in the SRS document have been correctly implemented. അതായത് നമ്മുടെ SRS എന്താണ്? സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനകത്ത് പറയുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മളുടെ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഏറ്റവും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സോ ആ കറക്റ്റ്നെസ്സും ഏറ്റവും ഇംപ്ലിമെൻ്റ് ആണ്. സോ SRSൽ പറഞ്ഞിട്ടുള്ള റിക്വയർമെൻറ്റൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകും. പിന്നെ റീയൂസബിലിറ്റി. സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഹാസ് ഗുഡ് റീയൂസബിലിറ്റി ഇഫ് ദ ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ഓഫ് ദ പ്രോഡക്റ്റ് ക്യാൻ ഈസിലി ബി റീയൂസ്ഡ് ടു ഡെവലപ്പ് ന്യൂ പ്രൊഡക്ട്സ്. അതായത് റീയൂസബിൾ ആയിരിക്കണം. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, അതേ നമ്മളതിനെ കുറേ കാലം കഴിഞ്ഞ് വേറെ എന്തൊരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണെങ്കിൽ റീയൂസബിൾ ആവാമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അത്രയും ഭാരം കുറയും. അതുകൊണ്ട് തന്നെ റീയൂസബിളും ആയിരിക്കണം. മറ്റേത് നമ്മൾ ഒന്നുണ്ടാക്കി ആ പ്രൊഡക്റ്റും പിന്നെയുള്ള പ്രൊഡക്റ്റിന് ഒരു തരത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ അതൊരു വെറുതെ ഒരു വേസ്റ്റേജ് ആയി പോകും. കാരണം ഈ പ്രൊഡക്റ്റ് പക്ഷേ ആദ്യത്തെ പ്രൊഡക്റ്റ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുമില്ലെങ്കിൽ
പകരം അതൊരു റീയൂസബിലിറ്റി മെത്തേഡിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിലേക്ക് ഇതിനകത്തുള്ള കണ്ടൻറ്റൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ റീയൂസബിലിറ്റി വേണം. പിന്നെ ടെസ്റ്റബിലിറ്റി. ഹിയർ സോഫ്റ്റ്വെയർ ഫെസിലിറ്റേറ്റ്സ് ബോത്ത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ടെസ്റ്റ് ക്രൈറ്റീരിയ ആൻഡ് ദ എവാലുവേഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ വിത്ത് റെസ്പെക്ട് ടു ദോസ് ക്രൈറ്റീരിയ. അതായത് നമ്മൾ പ്രോഗ്രാംസൊക്കെ ഇപ്പോൾ നിങ്ങൾ സോഫ്റ്റ്വെയർസൊക്കെ ഡിഗ്രിക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് നമ്മളൊരു ടെസ്റ്റ് ക്രൈറ്റീരിയ എസ്റ്റാബ്ലിഷ് ചെയ്യും ആദ്യം, എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് നമ്മളുടെ സോഫ്റ്റ്വെയറിനെ ആ ക്രൈറ്റീരിയൻ്റെ ബേസിൽ അത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് റെസ്പെക്ട് ടു ദ ക്രൈറ്റീരിയ എന്ത് ചെയ്യണം, നമ്മൾ സോഫ്റ്റ്വെയറിനെ ഇവാലുവേറ്റ് ചെയ്യണം. അതാണ് ടെസ്റ്റബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് റിലയബിലിറ്റി ആണ്. ഇറ്റ് ഈസ് ദ ആട്രിബ്യൂട്ട് ഓഫ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി, the extent to which program can be expected to perform its desired function over an arbitrary time period. ഒരു ടൈം പീരിയഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഡിസൈഡ് ആയിട്ടുള്ള ഫങ്ഷൻസൊക്കെ നമ്മളുടെ സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസൊക്കെ കാഴ്ച വെക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ റിലയബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ക്വാളിറ്റിയാണ് റിലയബിലിറ്റി. ഒരു ടൈം പീരിയഡിനകത്ത് ഇത്രയും പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം അത്രയും പെർഫെക്റ്റ് ആണ്. Next, portability. In this case, software can be transferred from one computer system environment of another. അതായത് പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മളിപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു പക്ഷേ നമുക്ക് വേറെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനകത്ത് വേറെ സിസ്റ്റത്തിലേക്ക് ആ സോഫ്റ്റ്വെയർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ ആദ്യം ചെയ്ത അതേപോലെയുള്ള ഫങ്ഷനാലിറ്റീസ് നമ്മുടെ സോഫ്റ്റ്വെയർ കാണിക്കണം, എന്നാൽ മാത്രമേ അത് സക്സസ്ഫുൾ ആവുള്ളൂ. അതാണ് പോർട്ടബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ഒരിക്കലും പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ആവാൻ പാടില്ല. അതായത് ഇന്ന പ്ലാറ്റ്ഫോം മാത്രമേ ഈ സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ, അടുത്ത പ്ലാറ്റ്ഫോം കൊണ്ടുപോയ സിസ്റ്റം വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ഫ്ലോപ്പാണ്. സോ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പോർട്ടബിലിറ്റി മസ്റ്റായിട്ടും അതിൻ്റെ ഒബ്ജക്റ്റീവാണ്. പിന്നെ അഡാപ്റ്റബിലിറ്റി. ഇൻ ദിസ് കേസ് സോഫ്റ്റ്വെയർ അലോസ് ഡിഫറെൻറ്റ് സിസ്റ്റം കൺസ്ട്രെയിൻസ് ആൻഡ് യൂസർ നീഡ്സ് ടു സാറ്റിസ്ഫൈ ബൈ മേക്കിംഗ് ചേഞ്ചസ് ടു ദ സോഫ്റ്റ്വെയർ. അതായത് അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് പുനഃക്രമീകരണം വേണമെങ്കിൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റണം. അതായത് ഒരു ഇന്ന പ്രാവശ്യം ഒരു സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരിക്കലും സിസ്റ്റം കൺസ്ട്രെയിൻസ് വെച്ചിട്ടുള്ള ഡിഫറൻസ് ഒന്നും വരുത്താൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. പകരം എന്താവണം, സിസ്റ്റം കൺസ്ട്രെയിൻസ് ഒക്കെ എന്താ വെച്ചാൽ അത് അലോ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ യൂസർ നീഡിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് സോഫ്റ്റ്വെയറിന് ചെയ്യണമെങ്കിൽ അത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ ചെയ്യാൻ പറ്റണം. അതായത് പിന്നെയും ഒരു പക്ഷേ നമുക്ക് അതിനകത്ത് അപ്ഡേഷൻസും മോഡിഫിക്കേഷൻസും ഒക്കെ വരുത്തേണ്ടി വരും, അതൊക്കെ ചെയ്യുകയും വേണം. പിന്നെ ഇൻ്ററോപ്പറബിലിറ്റി. കേപ്പബിലിറ്റി ഓഫ് 2 or more ഫങ്ഷണൽ യൂണിറ്റ്സ് ടു പ്രോസസ് ഡാറ്റ കോപ്പറേറ്റ്. അതായത് 2 അതിൽ കൂടുതലൊക്കെ ഫങ്ഷണൽ യൂണിറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കോപ്പറേറ്റ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ എത്ര മൾട്ടി ടാസ്കിങ് വന്നു കഴിഞ്ഞാലും അതൊക്കെ സിമിൾട്ടേനിയസ് ആയിട്ട് ഈസിലി മെമ്മറി മാനേജ്മെൻറ്റും പ്രോസസ്സർ മാനേജ്മെൻറ്റൊക്കെ കീപ്പ് ചെയ്തിട്ട് തന്നെ പെർഫോം ചെയ്യാൻ നമ്മുടെ സോഫ്റ്റ്വെയർ ചെയ്യാൻ കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് ചെയ്യുന്നത് തന്നെ. കാരണം പറഞ്ഞ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും അതിൻ്റെ ബാക്കിൽ എഫേർട്ട് ഉണ്ട്. സോ അതിനനുസരിച്ചുള്ള റിസൾട്ടായിട്ട് ഈ ഒബ്ജക്റ്റീവ്സൊക്കെ അത് സാറ്റിസ്ഫൈ ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞത്. പിന്നെ പ്രോഗ്രാം വൈസ് വേഴ്സസ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്. എന്താണ് പ്രോഗ്രാമും സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്? പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തവരാണ്. ഇപ്പോൾ നമ്മൾ ഓരോ ലാംഗ്വേജ് പഠിക്കുമ്പോഴും പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല, അത് ചെറിയൊരു കാര്യമല്ല. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. സോ നമ്മൾ അതിനനുസരിച്ചുള്ള എഫേർട്ട് ഒരുപാട് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ ലെവലിലേക്ക് പോയവർ പിന്നെ അവർക്ക് അത്രയും ഹ്യൂജ് റെസ്പോൺസിബിലിറ്റീസാണ് അവിടെ ഓരോ സോഫ്റ്റ്വെയർസും സക്സസ്ഫുൾ ആക്കിയിട്ട് തന്നെ കൊണ്ടുപോകണം. A program is a set of instructions which is given to a computer in order to achieve specific task. ജസ്റ്റ് ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യും. എന്തോ പെർട്ടിക്കുലർ ടാസ്ക് നമുക്ക് അച്ചീവ് ചെയ്യാനും കഴിയും, അല്ലെങ്കിൽ നമ്മൾ കരുതിയ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ കഴിയും. എന്നാൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രോഗ്രാമാണ്, പക്ഷേ കൊമേഴ്ഷ്യലി ബിസിനസ്സിന് വേണ്ടിയിട്ട് പ്രോപ്പർലി ഡോക്യുമെൻ്റ് ചെയ്തിട്ട് ലൈസൻസിങ് ഒക്കെ വെച്ചിട്ട് കൊണ്ടുവരുന്ന ഒരു കൊമേഴ്ഷ്യൽ ബിസിനസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. അതായത് സോഫ്റ്റ്വെയർ ഈക്വൽ ടു പ്രോഗ്രാം പ്ലസ് ഡോക്യുമെൻറ്റേഷൻ പ്ലസ് ലൈസൻസിങ്. ജസ്റ്റ് ഒരു പ്രോഗ്രാം മാത്രമല്ല സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. പ്രോഗ്രാം ഉണ്ടാവും, അതിൻ്റെ ഒപ്പം അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും, പിന്നെ ലൈസൻസിങ് ഒക്കെ ഉണ്ടാവും. ഈ പ്രോഗ്രാം ഈസ് വൺ ഓഫ് ദി സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സോഫ്റ്റ്വെയർ. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഒറ്റ സ്റ്റേജാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, ഒരിക്കലും സോഫ്റ്റ്വെയറിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഇപ്പോൾ റിക്വയർമെൻറ്റ്സ് അനാലിസിസ്, ഡിസൈനിങ്, പിന്നെ കോഡിങ്, പിന്നെന്താ ടെസ്റ്റിങ്, പിന്നെന്താ മെയിൻറ്റെയിനബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ കുറേ സ്റ്റെപ്പുകളായിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്.
A program is one of the stages of software, whereas software development usually follows a life cycle. എന്നാൽ സോഫ്റ്റ്വെയറിൻ്റെ കേസ് വരുമ്പോൾ എന്താണ്, അതൊരു ലൈഫ് സൈക്കിൾ തന്നെയാണ്. അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഫീസിബിലിറ്റി സ്റ്റഡി ഓഫ് ദ പ്രോജക്റ്റ്, പിന്നെ റിക്വയർമെൻറ്റ് ഗ്യാതറിങ്, പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോട്ടോടൈപ്പ്, പിന്നെ സിസ്റ്റം ഡിസൈൻ, കോഡിങ്, ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സിംഗ് ആണ് സോഫ്റ്റ്വെയറിനകത്തുള്ള. എന്നാൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒറ്റ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഉള്ളൂ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിലാണ് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.